ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് സാധാരണ എണീക്കണൊക്കെ വൈകും, നേരത്തെ എണീക്കേണ്ടതായിരുന്നു. ഇന്നലെ മെഡിസിൻ കഴിച്ചിട്ട് കിടന്ന് എന്നെ തോന്നുന്നു. ഇപ്പോഴും ഒരു സുഖമില്ല. എപ്പോഴും ഞാൻ സ്ലീപ്പി ആയിട്ടിരിക്കണം, പറ്റണില്ല. അപ്പം തന്നെ 9:30 9 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പോയി നോക്കട്ടെ ഞാൻ, വെള്ളം കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പല്ലി വെച്ചു ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും ഇന്നെൻ്റെ ഗ്ലൂമി മൂഡി ആയിട്ടുള്ള ദിവസത്തിലേക്ക് സ്വാഗതം. നമുക്കിനി അങ്ങോട്ട് സെറ്റാക്കാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കാല് 2 പ്രാവശ്യം ആംഗിൾ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാലൊക്കെ വേദന എടുക്കണം, നടക്കാനൊന്നും പറ്റണില്ല, നല്ല പെയിൻ. ഇന്നലെ എത്ര കിലോമീറ്റർ നടന്ന്, ഏറ്റവും കുറഞ്ഞത് ഒരു 10 കിലോമീറ്ററെങ്കിലും നടന്നു കാണില്ലേ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, കാലൊക്കെ ഭയങ്കര വേദന, ചെറുതായിട്ട് നീര് വെച്ച് തുടങ്ങണു. എനിക്ക് ഇന്നും കൂടെ നടക്കാൻ വയ്യ. പക്ഷെ ഇന്ന് അത്ര നടക്കാനൊന്നുമില്ല, കുറച്ച് ഏരിയാസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫൈനലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തന്നു. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നേരത്തേനേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യം വന്നതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ആരോഗ്യം വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, വയ്യാണ്ടായിരിക്കണു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങാം, കലാപരിപാടികളിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണ്, ഫസ്റ്റ് തന്നെ റെഡി ആവണം. റെഡി ആകുമ്പോൾ ഞാൻ ഇന്നൊരു ഡ്രസ്സ് ഇടാനാണ് വിചാരിച്ചേക്കുന്നത്. ബിക്കോസ് പോകുന്ന ലൊക്കേഷനായിട്ട് ഒരു സാമ്യത വരുന്ന രീതിയിൽ, വൈബ് രീതിയിൽ ഒരു ഡ്രസ്സ് ഇടാനാണ് വിചാരിച്ചേക്കുന്നത്. എന്താണ്, ഇന്ന് അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലണം, എനിക്ക് ചെല്ലണം. എൻ്റെ ഷൂട്ടല്ല, ഷൂട്ട് നടക്കുന്നുണ്ട്, എനിക്ക് ചെല്ലണം. പക്ഷെ എനിക്ക് അതിൻ്റെ സീക്വൻസുകളൊന്നും കാണിക്കാൻ പറ്റില്ല, ഞാനതൊന്നും ഷൂട്ട് ചെയ്യില്ല. ബിക്കോസ് അത് അവിടെ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എൻ്റെ ഔട്ട്ഫിറ്റിലെ ഒരു കാര്യം പോലും പുറത്തോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റിക്കറങ്ങി നടക്കാം. അപ്പം അതാണ്. അപ്പം ഞാനിന്ന് പോകുന്നത് ദുബായ് ഓൾഡ് വില്ലേജ് ആണ്. അവിടെ നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് കുറച്ചിങ്ങനെ പഴയ ബിൽഡിങ്ങുകൾ, അങ്ങനത്തെ ആ ഇടവഴികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ഫോട്ടോസ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ എനിക്കിഷ്ടപ്പെടുന്ന പോലത്തെ ഒരു വൈബാണ്. കാശ്മീർ കുറച്ച് വഴികൾ, വീടിൻ്റെ ഇടയിൽ കൂടെയുള്ള വഴികളൊക്കെ അങ്ങനെയുണ്ട്, നല്ല രസമാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലും ഉണ്ട്. പക്ഷെ ഫോർട്ട് കൊച്ചിയിൽ ഫുൾ ഗ്രാഫിറ്റി പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്, ചുമരിൽ ഫുൾ വാൾസിലും മതിലുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. നേരിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫോട്ടോസിലൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനിങ്ങനെ റിവ്യൂസൊക്കെ നോക്കി ഗൂഗിളിൽ. പിന്നെ ഇവിടെയുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, ഓഫീസിൽ അവിടെ ആരവരൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ പോയിട്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അല്ല, നമുക്ക് എല്ലാവർക്കും, രണ്ടുപേരല്ല എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി കാണാം. പിന്നെന്താ, അപ്പോൾ ഞാനിന്ന് ആ പരിപാടികളിലോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഡ്രസ്സ് ഞാൻ എടുത്ത് വയ്ക്കാൻ ഒരു പൂക്കളൊക്കെയുള്ളൊരു പ്രിൻ്റാണ്. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ട് ഞാൻ പെയർ ചെയ്ത്, ചെരുപ്പ് ഞാൻ വേറെ ഒന്നും കൊണ്ടുവന്നില്ല. ഈ ചെരുപ്പ് ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കര പെയിൻ കാലിന്. ആ ഡ്രസ്സിൻ്റെ കൂടെ ഷൂസ് ഇടാൻ പറ്റില്ല. ആ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെ കാലിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി വരുന്ന ചെരുപ്പുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. പക്ഷെ ഇല്ല, ഇവിടെ ഇടയിൽ കിട്ടുമോ നമുക്ക് നോക്കാം. പിന്നെ അതൊക്കെ ചടങ്ങാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഞാൻ വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു ക്യാമറയും ഒരു മൈക്കും വേണ്ട, ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. മണിക്കൂറുകൾ ഇരിക്കണോ ഞാൻ ഇരിക്കും, എനിക്കത് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാവാം. അപ്പോൾ നമുക്ക് റെഡിയാവാൻ പോവാം. സോ നമുക്ക് ഇന്ന് ഈ ഡ്രസ്സിടാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വൈബിന് പറ്റിയൊരു ഡ്രസ്സ്. നമ്മൾ ദുബായ് ക്രീക്കിലും പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ദിസ്
നമുക്ക് ഫേസ് ചെയ്തിട്ട് വരാം. ഇല്ലേ, ആ സമയം വന്നിരിക്കുന്നു, ഞാൻ റെഡിയായി. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ചെരുപ്പിടണം, നമുക്കിറങ്ങാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് എനിക്കിതിൻ്റെ നെക്കാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് കൊള്ളാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇറങ്ങാം. പറഞ്ഞ മേക്കപ്പ് ഞാൻ കുറച്ച് ഗേളി മേക്കപ്പാണ് ചെയ്തത്. എൻ്റെ പിമ്പിൾ കാണാം, ഗേളി മേക്കപ്പാണ് ചെയ്തത്. ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടു. ഹെയർ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയാണ് ഹെയർ ചെയ്തത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കമ്മൽ എന്താ ഇടാത്തതെന്ന്. എനിക്ക് കമ്മലിടുന്ന ഇഷ്ടമല്ല. എനിക്ക് ആക്ച്വലി ഒന്ന് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ 2, 3. എന്നിട്ട് ഞാൻ ഒരു ദിവസം സ്കാനിങ്ങിന് എന്തോ കാര്യത്തിന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഏട്ടനതെനിക്ക് എല്ലാം ഊരി. പിന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇടുമ്പോൾ എനിക്കൊരു ഇച്ചിരി ആർഭാടമായിട്ട് ഫീൽ ചെയ്യണു. അപ്പോൾ ഞാൻ ഇവിടെയും മാത്രമാക്കി. അപ്പോൾ ഞാൻ കമ്മൽ അടിയിലിടാറില്ല. എനിക്ക് ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം, ഇങ്ങനെ കാണുമ്പോഴാണ് ഭംഗി. അപ്പം ഞാൻ ഇടാറില്ല. അപ്പോൾ ഇവിടെയാണ് ഇടുന്നത്. എനിക്കിനി ഇവിടെ ഒരെണ്ണം കുത്തണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരെണ്ണം കുത്തണമെന്നുണ്ട്. ഏതായിരിക്കും ബെറ്റർ? ഞാൻ ആക്ച്വലി ഇവിടെ കുത്താനല്ല ഉദ്ദേശിച്ചത്, മുകളിൽ കുത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അയാൾ കുത്തി വന്ന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് ഇവിടെയായിരുന്നു. അപ്പം ഞാൻ അവിടെ തന്നെ ഇപ്പുറത്തെ സൈഡും കുത്തിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിക്കണത് ഇവിടെ കുത്തണോ അത് ഇവിടെ കുത്തണോ എന്നുള്ളതാണ്. അതെനിക്കൊരെണ്ണം കുത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ വാച്ചിട്ടു, ചെരുപ്പിട്ടു, എൻ്റെ നോർമൽ ട്രാവൽ കമ്പാനിയൻ എൻ്റെ ബാഗ് എടുത്തു, ഷെയ്ഡ്സ് എടുത്തു. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. എനിക്കൊന്ന് നേരെ ഫ്രണ്ടിലുള്ള മോളിലൊന്ന് പോകണം. ഒരു ട്രൈപോഡ് കിട്ടുമെങ്കിൽ, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ലൊക്കേഷൻ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൈ പിടിച്ച് ഫോട്ടോസ് എങ്ങനെ എടുക്കുക? എവിടെയെങ്കിലും വയ്ക്കാനെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ടേ? അപ്പോൾ നാട്ടിലാണെങ്കിൽ ഞാൻ കൊണ്ടുവന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലത് മേടിക്കാൻ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് തന്നെ ഞാൻ പോണേണ്ടത് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തന്നെ മേടിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടോയെന്ന് നോക്കാം. ഇല്ലെങ്കിൽ അറിയില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് പോകേണ്ടത്. അതിന് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഫ്രണ്ടിലെത്തി ക്രോസ് ചെയ്ത് പോകണം. ഇവിടെ നിന്ന് ചാടാൻ പറ്റില്ല, സീബ്ര ക്രോസിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല വെയിലാണ്. ഞാൻ വെയിലത്തു കൂടെ ഇങ്ങനെ നടക്കണം. നമുക്ക് മോളിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് ഇച്ചിരി തണൽ കിട്ടുമോ നോക്കാം. സോ ചുറ്റിക്കിറങ്ങി എനിക്ക് വേണ്ട സാധനം ഞാനവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കിനി അവിടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കാം ഇനി അവിടെ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്. സോ ഐ ഗോട്ട് മൈ സ്റ്റഫ്. ഇത് ആക്ച്വലി 261 dirhams ആണ് ആയത്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ, ഗോപ്രോ, അങ്ങനെ ഫോൺ, എല്ലാ കൈൻഡ് ഓഫ് തിങ്സും സാധനങ്ങളും വയ്ക്കാൻ പറ്റും. പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ബട്ടൺ കിട്ടും നമുക്ക് സ്വന്തമായിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട്. അത് ആൻഡ്രോയിഡിനും ഐഫോണിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിനുള്ള സ്വിച്ചും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വർത്താണെന്ന്, ബിക്കോസ് 260 ഈസ് എ ഫെയർ എമൗണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തു. ഇനി അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. പുതിയതായിട്ട് മേടിച്ച സാധനം സെറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻസാണ് നിങ്ങൾ കാണുന്നത്. ഒന്നും വിചാരിക്കേണ്ട, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ സാധനം മേടിച്ച് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. കേൾക്കാവോ? ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരെ റൂമിലോട്ട് പോയി മേടിച്ചിട്ട് എന്നിട്ട് കുറച്ച് പരിപാടികൾ, ഇതെന്താ സംഭവം എന്നൊക്കെ ഒന്ന് അറിയണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുക സെറ്റിങ്സും പരിപാടികളെല്ലാം നോക്കി പഠിച്ചു, സാധനം സെറ്റാക്കി. ഇനി ഒരു റിമോട്ടും കൂടി ഉണ്ട്, അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് തപ്പി കണ്ടുപിടിക്കണം.
അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്ത സ്ഥലമല്ല, നമ്മുടെ ഫസ്റ്റ് സ്ഥലം. അതിന് ആദ്യം ടാക്സി വല്ലതും നോക്കണം. അപ്പോൾ ടാക്സി വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഞാനങ്ങനെ ടാക്സി വിളിക്കാമെന്ന് ഓർത്തു. ആപ്പ് കരീമെന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. അതൊക്കെ നോക്കി. പക്ഷേ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ റൂമിൽ നിന്ന് ആക്ച്വലി. അപ്പോൾ അങ്ങോട്ട് ടാക്സി കണക്റ്റ് ആവുന്നുമില്ല. അവരുടെ ബേസിക് റേഞ്ചും ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ ഞാൻ ബേസിക് റേഞ്ചിൽ എത്ര കിലോമീറ്റർ ആണെങ്കിലും ബേസിക് റേഞ്ചിൽ എടുക്കുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ നടക്കാമെന്ന് ഓർത്തു. വയ്യ ലാൻസർ, വയ്യ, എന്നാലും അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നടന്നുകൊണ്ടിരിക്കണു. വെയിൽ ഇടയ്ക്കിടയ്ക്ക് താഴണു, വെയിൽ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങണു. ഞാൻ കുറച്ചധികം നേരമായിട്ട് നടക്കണു. ഇനി ഒരു 5-6 മിനിറ്റ് കൂടെ നടക്കാനുണ്ടാവും. ഓ, ഫോൺ പിടിച്ചപ്പോൾ വേദനയായിരുന്നു എനിക്ക് കൈക്ക്. അപ്പോൾ ഈ സാധനം പിടിക്കുമ്പോൾ ഇനി എന്തായിരിക്കും വേദന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇനി അടുത്തത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇനി അടുത്തത് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇനി ഒരു മൈക്കാണ്. കാരണം ഇത്ര ലെങ്ത്തിൽ പിടിച്ച് സംസാരിക്കുമ്പോൾ മൈക്കിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അത് നല്ല കാറ്റ്. അപ്പോൾ മൈക്കിന് ബഡ്ജറ്റ് ഇല്ല എനിക്ക് ഈ പ്രാവശ്യം. നോക്കട്ടെ, എന്തായാലും റേറ്റ്സൊക്കെ ഒന്ന് നോക്കാം. നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് നോക്കാം. നാട്ടിലെ റേറ്റ്സ് എത്രയെന്നും കൂടെ ഒന്ന് ഡോക്ടറിൻ്റെ അടുത്ത് നോക്കാൻ പറയണം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് മൈക്കിൻ്റെ കേസ് ആലോചിക്കാം. ഇതാണ് ലൊക്കേഷൻ എന്ന് തോന്നുന്നു. ഒരു പഴയ ബിൽഡിംഗ് സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു സാധനം കൂടെ ഉണ്ട്. നമുക്കിതിൽ ഞെക്കിയിട്ട് വോക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തും. ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ അത്ര നമുക്ക് വോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. നമ്മളത് പ്രസ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. വണ്ടിയൊക്കെ പോകുന്ന രീതിയിൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി. അവിടേക്ക് നോക്ക്, ഇത് ദുബായ് ക്രീക്കിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ദുബായ് ക്രീക്ക് വരുന്നത്. ഫുള്ള് വെള്ളം പരിപാടികളൊക്കെ ഏറ്റിട്ട ഏരിയാസാണ്. നമുക്കപ്പോൾ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവാം. സോ ഇവിടെ നിന്ന് അങ്ങ് ഏരിയാസ് തുടങ്ങുവാണ്. ദുബായ് ഓൾഡ് വില്ലേജിൻ്റെ. പുള്ളി വന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ അടുത്ത് മറ്റേ പോണ സെക്യൂരിറ്റി ചാൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. നേരത്തെ ഞാനവിടെ വീഡിയോ എടുത്തപ്പോൾ ഒരു സെക്യൂരിറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇവിടെ എടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങ് വന്നിട്ട് ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് എംബസിയുടെ ഏരിയ ആണ്, അവിടേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ സൈഡ് വീഡിയോ എടുത്തോ, സീൻ്റെ സൈഡൊക്കെ എടുത്തോ, ലെഫ്റ്റ് സൈഡിലോട്ട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് അവോയ്ഡ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് ആദ്യം ഫുള്ളൊന്ന് ചുറ്റി കാണാം. എന്നിട്ട് ഞാൻ ഇട്ട ലൊക്കേഷൻ കുറച്ചും കൂടെ ദൂരമുണ്ട് ഇവിടെ നിന്ന്. നമുക്ക് ഫുള്ളൊന്ന് ചുറ്റി കണ്ടിട്ട് നല്ലൊരു സ്പോട്ട് നോക്കി നമുക്കങ്ങ് ഫോട്ടോസ് എടുക്കാം. നമ്മുടെ അവിടെ വരെ ഉണ്ട്. അവിടെ കുറച്ച് ഷോപ്പിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഫുള്ള് മണ്ണാണ്, മണ്ണും കൊണ്ട് ഉണ്ടാക്കിക്കണത്. പണ്ടത്തെ ബിൽഡിങ്സ് അല്ലേ, ഫുള്ളിങ്ങനെ മണ്ണും കൊണ്ട് ഉണ്ടാക്കിക്കണ ബിൽഡിങ്സ്. ഇനി ഇവിടെ നിന്ന് അങ്ങ് കുറേ ദൂരം ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എന്താണ് ദുബായ് ക്രീക്കിലോട്ട് പോകാനായിട്ട് ബൈ റോഡ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 3-4 കിലോമീറ്റേഴ്സ് എന്തോ കാണിക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റിൻ്റെ പരിപാടിയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ബോട്ട് എടുത്ത് അപ്പോഴേക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണു. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങ് ഉള്ളിലോട്ട് കയറാം. വെയിൽ, ഭയങ്കര വെയിൽ, രക്ഷയില്ല. അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് കയറാൻ നിർത്തും. അതൊന്നും പിടിക്കാൻ കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ഫുൾ ഷോപ്പിംഗ് ഏരിയാസ് ആട്ടോ. അത്യാവശ്യത്തിന് ജ്യൂസ് ഷോപ്പൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ജ്യൂസ് മേടിക്കാൻ നിർത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആളില്ല. ഇതൊരു രസമല്ലേ വെള്ളം കാണാൻ. ചെറിയൊരു കളറ്, ഒരു തരം ഇതാണ് ശരിക്കും അക്വാ ബ്ലൂ. നിങ്ങൾ കളർ കാണാമോ?
അവിടെ ഇവിടെയൊക്കെ കൂടെ ഒന്ന് കറങ്ങി നോക്കട്ടെ. കറങ്ങി നോക്കിയിട്ട് എനിക്ക് 2-3 സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. ഭയങ്കര റേറ്റ് കുറവ്. അപ്പോൾ മേടിക്കാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൈ പിടിച്ചുകൊണ്ട് കിടക്കണ്ടേ. പിന്നെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഞാനിപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. പിന്നെ അത് ബാക്ക്ഗ്രൗണ്ട് വെച്ച് ക്ലിക്ക് ചെയ്യാമെന്ന് ഓർത്തു. ഞാനിപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് കാണാം. ഡേയ്, കാറ്റ് അവിടെ നിന്ന് അടിച്ചിട്ട് പറന്നു പോകണില്ല. അങ്ങോട്ട് കാറ്റടിച്ചിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പറക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് കുറേ ഫോട്ടോസ് എടുത്തു. നേരെയാക്കട്ടെ. ഓക്കെ, ഞാനപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ഫോട്ടോസ്. ലൊക്കേഷൻ്റെ ആണോ ഇനി ഞാനായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര അടിപൊളി ഫോട്ടോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം എഡിറ്റ് ചെയ്യണം എന്നില്ല, പക്ഷേ ഒന്ന് ടച്ച് ചെയ്ത് തരുമെങ്കിൽ, ഡോക്ടർ ടച്ച് ചെയ്ത് തരുമെങ്കിൽ ഞാൻ ടച്ച് ചെയ്തിട്ടിടും. ഇല്ലെങ്കിൽ റീടച്ച് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇടാൻ തന്നെ നല്ലത്. അത്ര നല്ല ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെ നോക്കിയിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നണതാണ്. റൂം ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കൊള്ളില്ലാതെ തോന്നുന്നു. നോർമലി എനിക്ക് അങ്ങനെ വെച്ച് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു എനിക്ക് തോന്നണത് അവിടെ വെച്ചിട്ട് തന്നെ നോക്കുമ്പോൾ എനിക്കത് കൊള്ളില്ലാന്ന് തോന്നും. പക്ഷെ അത് ഞാൻ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്കത് കൊള്ളാലോ എന്നുള്ള വൈബ് വരും. പക്ഷെ എനിക്ക് ഇന്ന് നേരെ തിരിച്ചാണ്. എനിക്ക് ഇന്ന് ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കൊള്ളാം അടിപൊളി എന്നുള്ള വൈബാണ്. ഇനി തിരിച്ച് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഞാൻ വൈബ് മാറുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മാറില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോസാണ്. ഐ ആം വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഇൻ മൈ ടാലൻറ്റ്. ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണ്. ഒരു പട്ടിച്ചാത്തിന് എന്നെ സഹായിക്കാൻ വന്നില്ല. കൊള്ളാം. ഫുള്ള് ഫുഡിൻ്റെ ഏരിയാസാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്രീക്കി ചെന്നാലേ കിട്ടുള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. മറ്റേ ഓയിസ്റ്റേഴ്സില്ലേ, അത് വിനിഗറും മാത്രം സോൾട്ട് ഇട്ട് ആ സോസ് ഒഴിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചൂട്ടുകൂട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുപോലെ ഒന്ന് കഴിക്കണമെന്നുണ്ട്. അത് തപ്പിയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാനില്ല. ഇവിടെ ബാക്കി എന്തൊക്കെയോ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഓയിസ്റ്റേഴ്സ് കാണുന്നില്ല. നോക്കാം അപ്പോൾ നമുക്ക് എവിടെ കിട്ടുമെന്ന്. ആ ഏരിയ കൊള്ളാം, പക്ഷേ എനിക്ക് മടി. ഇനി ക്യാമറ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ വയ്യ. കാരണം ഇനി ഫോട്ടോസ് എടുത്താൽ തന്നെ ഈ ഏരിയാസിൻ്റെ തന്നെയല്ലേ കിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല ഓപ്ഷനായിരുന്നു. ഇപ്പോൾ ഇത് തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ഈ വൈറ്റ് ഡ്രസ്സൊക്കെയാണ് ഇട്ടിരുന്നതെങ്കിൽ കിഡിലായനെ, അടിപൊളിയായിരുന്നേനെ. എൻ്റെ ഡ്രസ്സും കുഴപ്പമില്ല, നല്ലതാണ്. എന്തൊരു ഭംഗിയാണ് നോക്ക്. ഇതായിരുന്നു ആക്ച്വലി എൻട്രൻസ്. ഇവിടെ നടന്ന് വരണ്ടേ, പക്ഷെ ഞാൻ അവിടെ നിന്ന് അങ്ങ് കയറി. പിള്ളേർക്ക് വേണ്ടിയിട്ട് മേടിച്ചാലോ എന്ന് ആലോചിക്കുകയാണിത്. നല്ലല്ലേ ഇത്? ഇതാണെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര ഹെയറി. ഇത് ബാഗാണോ? ഇത് കുറച്ചുകൂടെ വലുതാണ്, പക്ഷെ ഭയങ്കര ഹെയറി. കണ്ണൊക്കെ ഞാൻ പറിച്ചുള്ളണം, കണ്ണില്ലാത്ത അവസ്ഥയാക്കണം. അല്ലെങ്കിൽ നമുക്ക് അത് തന്നെ മറ്റേത് തന്നെ എടുക്കാം. 2 പേരുള്ളത് കൊണ്ട് 2 എണ്ണം മേടിക്കണം. നമുക്കത് ബില്ല് ചെയ്യാം. എനിക്ക് ഇത് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതെടുക്കാമെന്ന് ഓർത്തു. പിന്നെ ഒരെണ്ണം കൂടെ വേണം. ഇവിടെ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഇറങ്ങാം. വേറെ കടയിൽ നിന്ന് നോക്കാം. ഞാനപ്പോൾ ഇത്രയാണ് മേടിച്ചത്. നോക്കട്ടെ. മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ്. അറിയില്ല അവിടെ എന്ത് കൈൻഡ് ഓഫ് ഇല്യൂഷൻസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർബക്സ് ഇവിടെയുണ്ട്. സ്റ്റാർബക്സ് രാത്രി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം മുകളിലൊക്കെ ലൈറ്റുകളുണ്ട്. ലൈറ്റുകളൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കും.
ഫൈനലി ഞാൻ വിത്ത് ബാക്ക്. പുകയ്ക്കുന്ന കണ്ടോ? ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് മണം അടിച്ചു. ഈ ഏരിയയിൽ നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ തലവേദന തോന്നും. ഇവിടെ നിന്ന് തിരിയാം. ആംബുലൻസ് പോകുന്നുണ്ട്, അതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഇവിടെ ആക്ച്വലി ഇങ്ങനെ വന്ന് കുറച്ചു നേരമൊക്കെ ഇരുന്ന് നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ആസ്വദിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ആരെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ്. എന്നോട് തന്നെ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്ന് വർത്താനം പറയാൻ ഓർത്തു. നേരത്തെ ജ്യൂസ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ നടന്നു പോന്നു, കുടിച്ചില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ജ്യൂസ് മേടിച്ച് ഞാൻ എന്നോട് തന്നെ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കാൻ പോകും. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് വീട്ടെടുത്ത് തരാൻ ആരുമില്ലല്ലോ, നമുക്ക് എന്തൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ ആ വിഷമം മാറി കിട്ടിയ സാധനം മേടിച്ചതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആവും എന്നെ പോലെ. നമുക്ക് അവിടെ നേരത്തെ നല്ല ഷോപ്പിംഗ് ജ്യൂസ് എന്തെങ്കിലും മേടിച്ചിട്ട് ഇവിടെ വന്ന് ക്യാബ് ബുക്ക് ചെയ്ത് പോവാം. നിങ്ങൾ ഓർക്കും ഞാനിരുന്ന് അവിടെ പടം വരച്ചപ്പോൾ ഭയങ്കര അടിപൊളി, ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത്രയൊന്നുമില്ല. ഞാൻ വരച്ച പടം കാണിച്ചു തരാം. സെയിമാണ്, സിമിലറാണ്. ഇതേ കണ്ടോ, അതായിരുന്നു എൻ്റെ ഫ്രെയിം. ഫോട്ടോ നോക്ക്, കറക്റ്റ് അല്ലേ? ഫ്രെയിം, ഫോട്ടോ, പ്ലെയിനൊക്കെ പറന്നോണൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. വേറൊരു പാൻറ്റും കൂടെ മേടിച്ചു, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു പാൻറ്റ് മേടിച്ചു. എൻ്റെ വേറൊരു ഷെയ്ഡാണ് മേടിച്ചത്. അവരെൻ്റെ അടുത്ത് ആക്ച്വലി 50 ദിർഹംസാണ് ആ പാൻറ്റിന് പറഞ്ഞത്. ഇപ്പോൾ ദുബായിൽ വന്നിട്ട് ലേലം വിളിച്ച അവസ്ഥയിൽ, ലേലമല്ല മറ്റേ തറക്കിച്ച് എന്താ പറയുക, എന്തോ പറയുമല്ലോ. എനിക്ക് സ്ഥിരമുള്ള പരിപാടി, ഞാൻ മറന്നു ഈ പെട്ടെന്ന്. എന്തായാലും ദുബായിൽ വന്ന് 50 ദിർഹംസ് പറഞ്ഞു, 50 ദിർഹംസ്. അത് ഞാൻ വില പേശി ഓക്കെ, വില പേശി അത് 20 ദിർഹംസിന് മേടിച്ചു. അയാൾ അവസാനം 25 പറഞ്ഞു നടക്കില്ല, 20 പറയുവാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. 20ക്ക് ഇപ്പോൾ ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ഉള്ള ലാഭം ഉണ്ടാവും. സോ ഞാൻ 20 ദിർഹംസിന് അത് മേടിച്ചു. ഇനി പരിപാടികൾ കഴിഞ്ഞു, ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിലൊരു ടാക്സി കണ്ടുപിടിച്ചു. ടാക്സി തരട്ടെ. എന്തൊക്കെ കാണണമല്ലേ. ടാക്സി ലെക്സസ് ആണ് ടാക്സി. It's from here? Yes, from here. You see small, this other side and creek. Okay. So where should I get the ticket? Ticket from here. Just go 1 dirham and pay from here. Okay. Just cross other side. Thank you. Yes, welcome. ഓക്കെ, നമുക്കപ്പോൾ ക്രീക്കിലോട്ട് പോകാനായിട്ട് നമുക്ക് ബോട്ടിൽ കയറാം. ഇതാണ് നമ്മുടെ ബോട്ട്. അപ്പോൾ ഞാൻ പുള്ളി ഡ്രൈവർ പറഞ്ഞെന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ടാക്സി ഒന്നും
അറിയാവുമല്ലോ. അപ്പോൾ ഓൾഡ് വില്ലേജിൽ നിന്ന് ക്രീക്കിലോട്ട് പോകാനായിട്ട് ടാക്സി വിളിക്കണ്ട, ജസ്റ്റ് എന്താ ബോട്ട് എടുത്ത് വന്നാൽ മതി. അപ്പോൾ അത് ആൾക്കാരോട് പറയണം, ഒരു ദിറംസ് ചിലവല്ലേ ഉള്ളൂ, ചാനലിലെ ഫോളോവേഴ്സിനോടൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അതെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനും ഫ്രണ്ട്സാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നല്ല നല്ല ആളായിരുന്നു. നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോഴേ ആൾക്കാരൊക്കെ അങ്ങ് വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ പുള്ളി കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല പ്രായമുള്ള പുള്ളിയായിരുന്നു. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ എൻ്റെ പപ്പയുടെയൊക്കെ പ്രായം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ പുള്ളി അവരുടെ ഇവിടെ കൊണ്ടൊന്ന് ആക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞാൽ മതി, ബോട്ടിൽ തന്നെ പൈസ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ഫൈനലി ഇവിടെ തിന്നു തോന്നുന്നു കേട്ടോ. എത്തി. കുറേ ബോട്ടുകളുണ്ട് ഇവിടെ ഇങ്ങനെ. നമുക്കിവിടെ നിന്ന് നമുക്ക് നേരെ ഇറങ്ങി നമ്മുടെ അവിടെ ആൾക്കാർ ക്രൂ ഉള്ള സ്ഥലം എവിടെയാണെന്ന് നോക്കാം. ഇങ്ങോട്ട് പോകണമെന്നറിയില്ല, ഞാനപ്പോൾ മാപ്പ് ഇട്ട് അവിടേക്ക് പോട്ടെ. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നു. അവരൊക്കെ അവിടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരെ കാണിക്കാൻ പറ്റുന്നത് അവരെല്ലാവരും ആ സൈഡിലിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് എനിക്ക് വേണ്ടിയിട്ടൊരു ടേബിൾ എടുത്തു. കാരണം എനിക്ക് കുറേ നാളായിട്ട് കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണത്, ഓയിസ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ കുറേ നാളെ ഇത് തപ്പി നടക്കുന്നത്. അത് മറ്റേ കുക്ക് ചെയ്തിട്ടില്ല, ഫ്രഷായിട്ട് ജസ്റ്റ് ഒന്ന് മറ്റേ ഹീറ്റിംഗ് ടൂൾ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ടല്ലേ, എന്നിട്ട് സോസൊക്കെ ഒഴിച്ച് ഫ്രഷായിട്ട് കഴിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ അത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണിതെന്ന് തോന്നി. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ക്രൂ അത് കിട്ടുന്നൊരു ഹോട്ടൽ നോക്കിയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവരവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് ഓർത്തു. ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് സാധനം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വന്നിട്ട് ഞാനത് കഴിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എൻ്റെ ഓയിസ്റ്റേഴ്സ് വന്നു. ഞാനൊരു വാട്ടർമെലൺ ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ട്. തൃപ്തി അണഞ്ഞു. ഇനി നമുക്കിവിടെ നിന്ന് പോവാം. അവർ തിരിച്ചു പോകുന്നു, ഞാൻ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ഇനി നാളെ ചെന്ന് ഇന്ന് ഷൂട്ട് ചെയ്തതിൻ്റെ ഔട്ടൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കറക്കത്തിന് ശേഷം ഞാൻ തിരിച്ച് അവിടെ ബുർജുമാൻ എത്തി, എൻ്റെ റൂമിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഈ റൂമിലോട്ട് ചെല്ലട്ടെ. എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചതിൻ്റെ വിശേഷങ്ങൾ പറയാം. എനിക്ക് ഫുഡിനെ പറ്റി പറയാനുള്ളത്, കുഴപ്പമില്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കഴിച്ചത് പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല, കുഴപ്പമില്ലായിരുന്നു. അത്ര പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കുറച്ചും കൂടെ റോ ആയിട്ട് കഴിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇത് കുറച്ചൊരു ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ വേവിച്ചിട്ടുണ്ടായിരുന്നു, പ്ലസ് ചീസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയല്ലായിരുന്നു, കുറച്ച് റോ ആയിട്ട് ലെമൺ ഒരു വിനീഗർ പ്ലസ് സോൾട്ട് അല്ലെങ്കിൽ കുറച്ച് ചില്ലി പൗഡറല്ല ചില്ലി ഒഴിച്ച ആ ഒരു സോസ് പോലെ, സോസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് വെള്ളം പോലെ ഇരിക്കുന്ന സാധനം, അത് ഒഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം. പക്ഷേ അത് കിട്ടിയില്ല. അവർ കുറച്ച് ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റിങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സാധനമല്ലേ, എന്തോ ആ സാധനം കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് കുറച്ച് ചീസും ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ചധികം ചീസും ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും കൊള്ളായിരുന്നു, നല്ലായിരുന്നു. മേ ബി ചിലപ്പോൾ
ഞാനത് അത്ര റോ ആയിട്ട് കഴിച്ചിരുന്നെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു, എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കതായിരുന്നു കഴിക്കാൻ താല്പര്യം, പക്ഷെ ഞാൻ ഇതുകൊണ്ട് ഐ എം ഹാപ്പി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനിയും ഇത് കഴിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും കഴിക്കും. അങ്ങനെ സ്ഥിരം അത് മാത്രം കഴിക്കുമെന്നല്ല, ഇനിയും കഴിക്കും. ഒരാഴ്ചമല്ല, 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഇനിയും അത് കഴിക്കാനായിട്ട് എനിക്ക് ചാൻസ് കിട്ടി. ഏതെങ്കിലും ഷോപ്പിലുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഇപ്പം നടന്ന പോലെ ചോദിച്ച് നടന്ന് തപ്പി കണ്ടുപിടിക്കത്തില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. കാരണം എനിക്കതിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു, എന്താ സംഭവം എന്ന് അറിയണോണ്ട്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്ത് തപ്പി കണ്ടുപിടിച്ചത്. ഇനി മറ്റേ ഫ്രഷ് ആയിട്ട് റോ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അതും ഇനിയും ഞാൻ തപ്പും. ഇതുപോലെ തപ്പി കണ്ടുപിടിക്കത്തില്ല, കാരണം എന്താ സംഭവം എന്ന് മനസ്സിലായി. അപ്പോൾ റോ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഷുവറായിട്ട് കഴിക്കും. അല്ലാണ്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ട് കഴിക്കും. റോ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഇനി അന്വേഷിക്കും. ഇവിടെ അല്ല, ഇനി വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ ഫുഡിനെ പറ്റി പറയാനായിട്ട്. വേറെന്താ, ഇന്നിനി കുറച്ചൊന്ന് പുറത്തിറങ്ങണം. സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം പുറത്തുനിന്നാണല്ലോ കയറിയത്. ഓക്കെ, അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പറ്റുമെങ്കിൽ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകണം. നേരെ ഓപ്പോസിറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മതി. കുറച്ച് എന്താ പറയുക, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, ഷോപ്പ് ചെയ്യാനുണ്ട്. ലൈക്ക് സ്വീറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് അവിടെ പോകണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പം ഞാൻ കുറച്ച് അൽത്തുകുലുത്ത് സാധനങ്ങളുടെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി ചെയ്തു. കുറച്ച് എടുത്തിട്ടുള്ളൂ. ബാക്കി ഇനി നാളത്തേക്ക് ചോക്ലേറ്റ്സ് ഒന്നും എടുത്തില്ല. ഞാനൊരു ഹെഡ്ഫോൺസ് മേടിച്ചു, പിന്നെ ഒരു ബ്ലെൻഡർ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ 1-2 സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ടൈം ആ സമയത്ത് അവിടെ ഭയങ്കര റഷായിരുന്നു. വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുത്തിട്ടില്ല. തിരിച്ചപ്പോൾ ഞാൻ റൂമിലോട്ട് പോകണു. ഇനി അടുത്ത ദിവസങ്ങളിലെ ഷോപ്പിംഗ് ടൈമിൽ ഞാൻ വീഡിയോസ് എടുക്കാം. പിന്നെ സ്റ്റിക്കില്ല, അവിടെ എടുത്ത് വെച്ചേക്കണു, ചാർജ് ചെയ്യാനൊക്കെ ഇട്ട് വെച്ചേക്കണു. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനില്ല. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് ഓർത്തു. ഭക്ഷണം കഴിക്കാനായിട്ട് വിശക്കുന്നുണ്ട്. ഇന്ന് ഭയങ്കര ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ വിശക്കുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് ഓർത്തു. ഞാനപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം. നമുക്കപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം. പിന്നെ ഇന്ന് മേടിച്ചത് കുറച്ച് അളുത്ത് സാധനങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓ, എനിക്ക് ഈ ഡ്രസ്സായിട്ട് ഒബ്സഷനായി. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഞാനിരുന്ന് ആ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒബ്സഷൻ ഈ ഡ്രസ്സിനോട്. ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ കൈയും ബാക്കും ഫ്രണ്ടും കഴുത്തും നൈസ്. ഇനി ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഉടുപ്പുകൾ ഷോപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്ന് എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും നല്ല നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാനിന്ന് ദേപ്പുട്ടിലോട്ട് തന്നെ പോകാമെന്ന് ഓർത്തു. നമ്മളങ്ങനെ ഫൈനലി നടന്ന് ദേപ്പുട്ട് എത്തിയിരിക്കുന്നു. തിരക്കുണ്ടെന്ന് തോന്നുന്നു. പിന്നെയും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് കേരള ഫുഡ് കഴിക്കാൻ തോന്നി. സോ അതുകൊണ്ട് അങ്കമാലി ചട്ടിച്ചോറ്, കൂട്ടത്തിൽ മാങ്ങ കഴിക്കാൻ തോന്നി. കിട്ടാത്ത സാധനമാണല്ലോ, എന്തായാലും മാങ്ങ കഴിക്കാൻ തോന്നി മാങ്ങ മേടിച്ചു. ഉപ്പിലിട്ടതാണ്. അപ്പോൾ എനിക്കിനി ഒന്ന് നല്ല ചൂടുവെള്ളത്തിൽ മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് ഇവിടുന്ന് ഉറങ്ങണം. അതാണ് ഭയങ്കര മേലൊക്കെ വേദന. 2 ദിവസമായിട്ട് ഈ നടപ്പല്ലേ, പൊട്ടും വയ്യ. അപ്പോൾ മറ്റേ പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ പറയണ പോലെ വയ്യാണ്ടായിരിക്കണു എനിക്ക്. അപ്പോൾ ഞാനിനി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുതിയ ചാനലാണ് എൻ്റെ, സോ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കണം. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണുന്നവരെ എല്ലാവർക്കും ശുഭനിദ്ര.